സപ്ലൈകോയിലൂടെ ഓണത്തിന് 2 ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ നൽകുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞിരിക്കുകയാണ്. കാർഡ് 1-ന് 2 ലിറ്റർ വെളിച്ചെണ്ണ നൽകും. വെളിച്ചെണ്ണ വില ഇനിയും കുറയും. വിപണിയിലെ മോശം വെളിച്ചെണ്ണ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന പരിശോധന നടത്തണമെന്നും മന്ത്രി പറയുന്നുണ്ട്. ഇപ്പൊ ഒരു വാർത്ത കേട്ടില്ലേ? വെറും 3 ദിവസം മുമ്പ് വന്നൊരു വാർത്ത. ഈ വാർത്തയെ പറ്റി നമ്മുടെ മന്ത്രിക്ക് എന്തൊക്കെയോ ഒന്ന് പറയാനുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടാലോ. സബ്സിഡൈസ് റേറ്റിലുള്ള വെളിച്ചെണ്ണ കൊടുക്കുന്നതിന് പുറമെ മറ്റ് വില കുറച്ചുകൂടെ വില കൂടുതലായിട്ടുള്ള വെളിച്ചെണ്ണയും വാങ്ങാൻ കഴിയും. അതിനും വിലക്കുറവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തുമാത്രമല്ല, ഓണത്തിന് ഇപ്പോൾ ഈ മാസം ഒരു കാർഡുകാരന് 1 കിലോ 1 ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡൈസ് റേറ്റിൽ 349 രൂപയ്ക്ക് ലഭിക്കും. അതേ കാർഡുകാരന് 4-ാം തീയതി മുതലാണ് 5-ാം തീയതി മുതലാണല്ലോ ഓണം, 4-ാം തീയതി വരെ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ അടുത്ത മാസവും അതേ കാർഡുകാരന് വാങ്ങിക്കാം. അങ്ങനെ വന്നാൽ ഒരു കാർഡുകാരന് 2 ലിറ്റർ വെളിച്ചെണ്ണ ഓണത്തിന് മുമ്പ് സബ്സിഡൈസ് റേറ്റിൽ തന്നെ ഗവൺമെൻറ് നൽകാനുള്ള നടപടിയാക്കിയിട്ടുണ്ട്. അല്ല, ഇന്നേ 1/2 ലിറ്റർ കേരയ്ക്ക് വെറും 210 രൂപയുള്ളൂ ഓപ്പൺ മാർക്കറ്റിൽ. പക്ഷെ അനിലിന് സബ്സിഡി റേറ്റ് ഇന്ന് പ്രഖ്യാപിച്ച അനില് പറഞ്ഞ വാർത്തയ്ക്ക് 457. അല്ലേ, ഈ കേസിൽ സർക്കാർ അനിലിനെ ഊക്കിയതാണോ അതോ കുത്തക അനിലിനെ തൂക്കിയതാണോ? ഇങ്ങനെ നാട്ടിൽ പറഞ്ഞാലേ പണ്ടൊരു പഴമൊഴിയുണ്ട്, നിനക്കെത്ര തന്തയുണ്ട് കിടിയേ എന്നൊരു ചോദ്യം വരും. തൃശ്ശൂരിലെ പഴയ ഒരു പഴമൊഴിയാണേ. മനസ്സിലായോ അല്ലേ?